നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിന്റെ FIR റിപ്പോർട്ട് പുറത്തുവന്നു. സംശയരോഗമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. കൊലപാതകത്തിന് ശേഷം പ്രതിയായ പത്മരാജൻ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. ഇയാളുടെ ഭാര്യയായ അനില ബേക്കറി നടത്തി വരികയായിരുന്നു. ബേക്കറിയിൽ പങ്കാളിത്തമുള്ള യുവാവുമായി അനില സൗഹൃദത്തിലായിരുന്നു. ഈ സൗഹൃദം പത്മരാജൻ അറിഞ്ഞിരുന്നു, കൂടാതെ എതിർക്കുകയും ചെയ്തു. എന്നാലും അവരത് തുടരുകയാണ് ചെയ്തത്. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ ഒരു മനപ്രയാസവും ഇല്ലെന്നും 14 വയസ്സുള്ള മകളെ ഓർത്ത് മാത്രമാണ് വിഷമമുള്ളതെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞിരുന്നു. പലതവണ ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഇയാൾ അനിലയോട് പറഞ്ഞിരുന്നു. എന്നാൽ അനില ഇത് കൂട്ടാക്കിയിരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മരാജൻ യുവാവുമായി സംസാരിച്ചിരുന്നു. അവസാനം അടിപിടിയിലേക്കും ഇത് നയിച്ചിരുന്നു. ഭാര്യയുടെ മുന്നിൽ വെച്ച് യുവാവ് തന്നെ അടിച്ചിട്ടും ഭാര്യ പിടിച്ചു മാറ്റാൻ പോലും ശ്രമിച്ചിരുന്നില്ല. ഇതും ഇയാളിൽ വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:45-ഓടെയാണ് സംഭവം നടക്കുന്നത്. പത്മരാജൻ പെട്രോൾ പമ്പിൽ നിന്ന് 3 ലിറ്റർ പെട്രോൾ കന്നാസിൽ വാങ്ങിയിരുന്നു. തുടർന്ന് പെട്രോൾ നിറച്ച ബക്കറ്റുമായി വാനിലെത്തിയ ഇയാൾ അനില വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. കടയടച്ച ശേഷം കടയിലെ ജീവനക്കാരനായ സോണിയും ഒപ്പം കൂട്ടിയാണ് അനില കാറിൽ സഞ്ചരിച്ചത്. ഇയാളെ വീട്ടിലാക്കാനായിരുന്നു കൂടെ കൂട്ടിയത്. പക്ഷെ പത്മരാജൻ വിചാരിച്ചത് കൂടെ ഉണ്ടായിരുന്നത് അനിലയുടെ സുഹൃത്താണെന്നാണ്. തുടർന്ന് കാറിനെ പിന്തുടർന്ന ഇയാൾ ചെമ്മാമുക്കിലെത്തിയപ്പോൾ കാർ തടയുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. ഇയാൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷമാണ് പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുന്നത്. ഇറങ്ങിയോടാൻ കഴിയാത്ത വിധം കാറിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയ അനില സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സോണി കാറിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. പൊള്ളലേറ്റ ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. ആക്രമണത്തിനിടെ വാനിലേക്ക് തീ പടർന്നിരുന്നു. പത്മരാജനും പൊള്ളലേറ്റിരുന്നു. സംഭവത്തിന് ശേഷം ഇയാൾ ഓട്ടോയിൽ കയറിയാണ് കൊല്ലത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. കാറ്ററിംഗ് തൊഴിലാളിയായിരുന്നു പത്മരാജൻ. ഇത് ഇയാളുടെ 2ാം വിവാഹമാണ്. നിള എന്ന പേരിൽ നവംബർ 6-നാണ് അനില ബേക്കറി ആരംഭിക്കുന്നത്. 35,000 രൂപയോളം പത്മരാജനും ഇതിനു വേണ്ടി മുടക്കിയിരുന്നു. അനിലയുടെ സുഹൃത്തായ ഹനീഷും പണം മുടക്കിയിട്ടുണ്ട്. അനീഷ് മുടക്കിയ പണം തിരികെ നൽകാൻ കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഈ പണം പത്മരാജൻ നൽകണമെന്നാണ് അനില പറഞ്ഞിരുന്നത്. ഇതിനെ ചൊല്ലിയും വഴക്കുണ്ടായിരുന്നു. വഴക്കിനെ തുടർന്ന് അനില വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. അനിലയ്ക്കൊപ്പം ഇതിനു മുമ്പും അനീഷിനെ പത്മരാജൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്നലെയും അനിലയോടൊപ്പം ഹനീഷ് കാണുമെന്ന് കരുതിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. എന്നാൽ ഹനീഷ് എത്തിയിരുന്നത് പിന്നിലെ ബൈക്കിലായിരുന്നു. സംഭവം കണ്ടുനിന്ന നാട്ടുകാരാണ് പോലീസിനും ഫയർഫോഴ്സിനും വിവരം അറിയിച്ചത്. അനില സഞ്ചരിച്ച കാറും പത്മരാജൻ വന്നിരുന്ന ഒമ്നി വാനും പൂർണ്ണമായും കത്തി നശിച്ചു. മൃതദേഹം മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ട്.